ഹലോ, നമസ്കാരം. നിങ്ങളെല്ലാവരും കളി കണ്ടോ? ഞാൻ കണ്ടു. വല്ലാത്ത കളിയായിരുന്നു. അവസാനം PSG 2025 UCL ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല PSG ഫൈനലിലെത്തുന്നത്. ഇതിനു മുന്നേ 2020 ഫൈനലിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കൂടി ഇത്തവണത്തേക്കൊരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ഞാൻ വിളിക്കുന്ന PSG എന്ന് പറയുന്നത് ഒരു പുതിയ PSG എന്നാണ്. അതായത് ന്യൂ ഇറ ഓഫ് PSG. അത് എന്തുകൊണ്ടാണെന്നല്ലേ ഞാനതിപ്പോൾ പറയാം. 2011 ഖത്തർ PSG മേടിക്കുന്നത്. അന്ന് നാസർ അൽ ഖലീഫയ്ക്ക് രണ്ട് ആഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, PSG എന്ന ഒരു മിഡിൽ ടിയർ ക്ലബിനെ ഒരു നമ്പർ 1 അല്ലെങ്കിൽ ഒരു ടോപ്പ് ടിയർ ക്ലബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കാശിറക്കി, ക്ലബിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കി, പുതിയ റിസോഴ്സസിനെ കൊണ്ടുവന്നു, ഗ്രൗണ്ട് നന്നാക്കി, അതുപോലെ ഫിസിയോസ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ക്ലബിന് വേണ്ട സ്റ്റാഫുകൾ എല്ലാവരും കൊണ്ടുവന്നു. അതിനുശേഷം രണ്ടാമതുണ്ടായ ഒരു ആഗ്രഹമാണ് ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളത്. ചാമ്പ്യൻസ് ലീഗ് നേടാൻ ഈ ഒരു ക്ലബ്ബ് നന്നാക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും മാത്രം പോരാ, അതിന് പക്ഷേ നല്ല പ്ലേയേഴ്സും വേണം. അങ്ങനെയാണ് എംബപ്പയും നെയ്മറും ഒക്കെ PSG ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നെയ്മറും എംബപ്പയും വരുന്നതിന് മുന്നേ PSG കുറച്ചു കാലം ഇബ്രാഹിമോവിച്ച്, റൊണാൾഡിനോ, ബെക്കാമോ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് 2017 ബാഴ്സലോണയോട് 3 ഗോളിന് ആദ്യ പാദത്തിൽ ജയിച്ചിട്ടും രണ്ടാം പാദത്തിൽ 4-5 ഗോൾ വഴങ്ങിയിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പുറത്തുപോയ ഒരു കാലം ഉണ്ടായിരുന്നു PSG. അന്ന് നന്നായി കളിച്ചത് നെയ്മറാണ്. അപ്പൊ ആ നെയ്മറെ പിന്നെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ റെക്കോർഡ് തുകയ്ക്ക് നെയ്മറിനെ PSG മേടിക്കുന്നത്. ഓൾമോസ്റ്റ് 200 മില്യൺ അതിന് മുകളിലോ എത്രയോട്ട് കൊടുത്തിട്ടാണ് അന്ന് മേടിക്കുന്നത്. ആ ഒരു സമയത്ത് ഫുട്ബോൾ മാർക്കറ്റിലെ ഏറ്റവും വലിയ കാശ് കൊടുത്തിട്ട് മേടിച്ചൊരു പ്ലെയർ ആയിരുന്നു. അങ്ങനെ നെയ്മർ വന്നു. അതിന് കൂടെ തന്നെ എംബപ്പെ ഒരു ലോണായിട്ട് എംബപ്പനെ കൊണ്ടുവന്നു. അങ്ങനെ എംബപ്പയും നെയ്മറും കളിച്ചു. അങ്ങനെ 2020 അവർ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എത്തിയത്. അന്ന് കോവിഡൊക്കെ ആയത് കാരണം അടച്ചിട്ട ഗ്രൗണ്ടിൽ ബയൺ മ്യൂണിക്കിനായിട്ടാണ് അവർ കളിച്ചത്. അതിൽ അവർ ബയൺ മ്യൂണിക്കിനോട് തോറ്റു പുറത്തായി. അങ്ങനെ 2020 ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെ തോൽവിക്ക് ശേഷമാണ് നാസർ അൽ ഖലീഫി മെസ്സിയെ കൊണ്ടുവരുന്നത്. മെസ്സിനെ കൊണ്ടുവന്നതിന് ശേഷം അവര് MNM എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ട്രയോ, അതായത് മെസ്സി, നെയ്മർ, എംബാപ്പെ, അങ്ങനെ ഫ്രണ്ടിൽ മൂന്ന് അറ്റാക്കിങ്. ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു അറ്റാക്ക് തന്നെയായിരുന്നു അത്. ആരും കണ്ടാൽ ഞെട്ടിപ്പോകുന്ന, വിറച്ചു പോകുന്ന ഒരു അറ്റാക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് താരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ടീമിലെ ബാലൻസ് പോകും. അങ്ങനെ ബാലൻസ് ഇല്ലാത്തൊരു ടീമിനെ ഏതൊരു ടീമിനും തോൽപ്പിക്കാവുന്നതാണ്. അതാണ് PSG സംഭവിച്ചത്. മുന്നേറ്റത്തിൽ സൂപ്പർ സ്റ്റാറുകളും നല്ല പ്ലേയേഴ്സും ഉണ്ട്. പക്ഷെ മിഡ്ഫീൽഡിലും ഡിഫൻസിലും അത്ര പ്ലേയേഴ്സും ഇല്ല. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാലൻസ് പ്ലേയേഴ്സും ഇല്ല. അത് കാരണം PSG അങ്ങനെ 2024 വരെ ഒരു നല്ല ടീമും ആയില്ല. ഒരു ടീമിനെ തോൽപ്പിക്കാനും പറ്റിയില്ല. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പോയി അന്ന് 2020 ഫൈനലെത്തിയ ടീമും ഇന്നത്തെ 2025 ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെത്തിയ ടീമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് PSG ഫൈനലിലെത്തുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അന്ന് 2020 ഫൈനലിൽ എത്തിയപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു താരങ്ങളുടെ ഒരു മുന്നേറ്റ നിരയുടെ, നെയ്മറിന്റെയും എംബപ്പയുടെയും ആ ഒരു കരുത്തോടെയും കഴിവിന്റെയും കാരണം മാത്രമാണ് അവര് ഫൈനലിലെത്തിയത്. പക്ഷെ ഒരു ടീമായിട്ടല്ല. ഇത്തവണ അവരെത്തുന്നത് അങ്ങനെയല്ല. ഇത്തവണ താരങ്ങളില്ല, നെയ്മർ ഇല്ല, മെസ്സി ഇല്ല, എംബപ്പ ഇല്ല. ആ PSG നിരയിൽ ഇത്രയധികം പ്രതിഫലം മേടിക്കുന്ന ഒരു പ്രധാന താരങ്ങൾ ആരും ഇല്ല. ഓക്കെ, ആകെയുള്ളതെന്ന് പറഞ്ഞാല് ഒരു ഡെംബെല്ലയാണുള്ളത്. ഡെംബെല്ലെ നമുക്ക് അറിയാലോ, ഒരുപാട് പരിക്കും ഉള്ള ഒരാളാണ്. ഡെംബുലൻസ് എന്നാണ് സ്പെയിനിലും ബാഴ്സലോണയിലൊക്കെ എല്ലാവരും വിളിക്കുന്നത്. ഡെംബെല്ലെ വെച്ചിട്ടും മാർക്കിഞ്ഞോസ്, ഇങ്ങനെയുള്ള ചെറിയ പ്ലേയേഴ്സിനെ വെച്ചിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ടീമുള്ളത്. പ്രധാനമായിട്ടും ആ ടീമിലെ വൻ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂയിസ് എൻട്രിക്ക് കോച്ചിങ് തന്നെയാണ്. അപ്പോൾ ഇത്തവണ PSG പുതിയൊരു PSG ആണ്. സൂപ്പർ താരങ്ങളില്ലാത്ത PSG, വളരെ ബാലൻസി ആയിട്ടുള്ള ഒരു PSG ആണ് ഇത്തവണയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഫൈനലിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ UCL വിന്നർ അത് PSG ആണെങ്കിലും മിലാൻ ആണെങ്കിലും കമന്റ് ചെയ്യുക, അറിയിക്കുക. നമുക്ക് നോക്കാം ആരുടെയൊക്കെ പ്രഡിക്ഷൻസ് ആണ് കറക്റ്റ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you, bye.